Okay, next question നോക്കാം. Excessive fluoride in drinking water causes Alzheimer disease, mottling of teeth and embrittlement of bones, methemoglobinemia, skin cancer. ഏതാണ് ആൻസർ ചോദിച്ചിട്ടുള്ളത്? സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയുന്ന കൺസെപ്റ്റ് ആണ്. എന്താണ് ഫ്ലൂറൈഡ് എക്സസ് ആണെങ്കിൽ ഇൻ കേസ് 1.5 mg/ലിറ്ററിനെക്കാളും ഫ്ലൂറൈഡിന്റെ കണ്ടന്റ് കൂടുതലാണെങ്കിൽ എന്താണ് നമുക്ക് പ്രശ്നം? മോട്ട്ലിംഗ് ഓഫ് ടീത്ത് ആകും. ഓക്കെ, അല്ലെങ്കിൽ ഡീ കളറേഷൻ. മോട്ട്ലിംഗ് ഓഫ് അല്ലെങ്കിൽ ഡീ കളറേഷൻ ഉണ്ടാവും. അതേപോലെ ഇൻ കേസ് 5 mg/ലിറ്ററിനെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ എന്താണ് ഉണ്ടാവുന്നത്? ഡിഫോർമേഷൻ ഓഫ് ബോൺസ്. ഓക്കെ, ഡിഫോർമേഷൻ ഓഫ് ബോൺസ്. അതേപോലെ 1.5 കൂടുതലാണെങ്കിൽ മോട്ട്ലിംഗ് ഓഫ് ടീത്ത്. ഓക്കെ, മോട്ട്ലിംഗ് ഓഫ് ടീത്ത് അല്ലെങ്കിൽ ടീ കളറേഷൻ ഉണ്ടാവും. നമുക്കറിയുന്ന കൺസെപ്റ്റ് ആണ്, നമ്മൾ നോക്കിയതാണ് ഓൾറെഡി. ഓക്കെ, അപ്പം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എക്സ് ഓഫ് ഫ്ലൂറൈഡ് ആകുമ്പോൾ എന്തൊക്കെയാണ് പ്രോബ്ലം എന്നാണ് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. റിപ്പീറ്റഡ് ആയിട്ട് ഫ്ലൂറൈഡിനെ പറ്റി എപ്പോഴും ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Alkalinity of water can be defined correctly by one of the following ways. ആൽക്കലിനിറ്റിയുടെ ബേസിക് ഡെഫിനിഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് എബിലിറ്റി ഓഫ് വാട്ടർ ടു ന്യൂട്രലൈസ് ഓക്സിജൻ. Second, it is the measure of ability of water to neutralize carbonates. It is the measure of ions in water that will neutralize hydrogen ion. It is the measure of ability of water to neutralize hydroxide. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതും നമുക്ക് അറിയുന്ന കൺസെപ്റ്റ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. എന്താണ് ആൽക്കലിനിറ്റി എന്ന് പറയുമ്പോൾ? എന്താണ് ആൽക്കലിനിറ്റി മെയിൻ ആയിട്ട് എന്താണ് ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എബിലിറ്റി ഓഫ് വാട്ടർ ടു ന്യൂട്രലൈസ് ഹൈഡ്രോണിയം അയൺ. മനസ്സിലായി? എബിലിറ്റി ഓഫ് വാട്ടർ ടു ന്യൂട്രലൈസ് ഹൈഡ്രോണിയം അയൺ നമ്മൾ n നമ്പർ ഓഫ് ടൈംസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ആൽക്കലിനിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ. അതായത് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യണം. അപ്പം എന്താണ് സിമ്പിൾ ടേംസിൽ ആൽക്കലിനിറ്റി എന്ന് പറയുന്നത്? എന്താണ്? എബിലിറ്റി ഓഫ് വാട്ടർ ടു ന്യൂട്രലൈസ് ഹൈഡ്രോണിയം അയൺ. അതിന് നമ്മൾ n നമ്പർ ഓഫ് പാരാമീറ്റർ നമ്മൾ നോക്കിയായിരുന്നു. ഓക്കെ, മേജർ കമ്പോണന്റ് എന്തൊക്കെയാണ്, മൈനർ കമ്പോണന്റ് എന്തൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയായിരുന്നു. അതിൽ മേജർ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? കാർബണേറ്റ്, ബൈകാർബണേറ്റ്, അതേപോലെ ഹൈഡ്രോക്സൈഡ് ആണ് മേജർ ആയിട്ടുള്ള കമ്പോണന്റ്. അതേപോലെ മൈനർ ആയിട്ടുള്ള കമ്പോണൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയായിരുന്നു. ക്ലിയർ ആണല്ലോ? അതേപോലെ എച്ച് പോസിറ്റീവ് അയൺ അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയൺ ഉണ്ടാകുമ്പോൾ എന്താണ് പ്രശ്നം? നെഗറ്റീവ് ആൽക്കലിനിറ്റിയും ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. ഹൈഡ്രോണിയം അയൺ ഉണ്ടാവുകയാണെങ്കിൽ നെഗറ്റീവ് ആൽക്കലിനിറ്റിയും ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി നോക്കിയതേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ഇതിന്റെ ആൻസർ എന്താണ്? സിമ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഹൈഡ്രോണിയം അയണിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ആൽക്കലിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള മാച്ച് ആവുന്നത്? നമുക്ക് എന്തായാലും അറിയാം, ഓക്സിജൻ അല്ല, കാർബണേറ്റ് അല്ല, ഹൈഡ്രോജൻ അയൺ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഹൈഡ്രോക്സൈഡ് അയൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എന്തായാലും ഉള്ള. അപ്പോൾ എന്താണ്? ഹൈഡ്രോണിയം അല്ലെങ്കിൽ ഹൈഡ്രോജൻ അയൺ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇറ്റ് ഇസ് ദ പ്രസൻസ് ഓഫ് അയൺ in water that will neutralize hydrogen ion. ക്ലിയർ ആണല്ലോ? അപ്പോൾ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ്. MPN index is measure of one of the following: coliform bacteria, POD5, dissolved oxygen content, hardness. സിമ്പിൾ ആയിട്ട് എലിമിനേഷൻ നമുക്ക് ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമുക്ക് അറിയത്തില്ലെങ്കിൽ, നമുക്ക് ഓൾറെഡി അറിയാം, പക്ഷെ എന്നാലും ഇൻ കേസ് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? ഇതെന്തായാലും അല്ല നമുക്കറിയാം. അതേപോലെ BOD ആവത്തില്ലെന്ന് പറയാം, അതേപോലെ ഹാർഡ്നെസ്സും ആവത്തില്ലെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കോളിഫോം ബാക്ടീരിയ. n നമ്പർ ഓഫ് ടൈംസ് ഇത് നമ്മൾ നോക്കിയതാണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The most important water quality parameter for domestic use of water is carbonate hardness, B, non-carbonate hardness, C, coliform group of organisms, D, chlorides. ഇതും സിമ്പിൾ ആണ്, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കിയാൽ മതി. എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ എഫക്ട് ചെയ്യുന്ന പാരാമീറ്റർ ഇതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നമുക്കറിയാം ഒബ്വിയസ്ലി മൈക്രോ ഓർഗാനിസംസ് ആണ് നമ്മളെ എഫക്ട് ചെയ്യുന്ന പാരാമീറ്റർ. ഓക്കെ, മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഹാംഫുൾ ആണ്. പാത്തോജൻസ് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. പാത്തോജൻസ് അതേപോലെ അത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? കോളിഫോം ഫോമിലാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ബാക്കി ഓപ്ഷനെ കമ്പയർ ചെയ്യണം. ഹാർഡ്നെസ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ. കണ്ടോ, ഹാർഡ്നെസ് കാരണം എന്താണ്? ഹാർഡ്നെസ് ഇൻക്രീസ് ആയി നമുക്ക് എന്താണ്? ഹാംഫുൾ ആണ്, നമുക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നുള്ള പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മരിക്കാൻ ഉള്ള ചാൻസ് ഒന്നുമില്ല. പക്ഷെ എന്താണ്? മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻക്രീസ് ആകുവാണെങ്കിൽ മരിക്കാനും ചാൻസസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ മൈക്രോ ഓർഗാനിസംസ് പാരാമീറ്റർ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ. അതിന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാവുന്നത്? കോളിഫോം ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്. ഓക്കെ, കോളിഫോം ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് നമ്മളെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. മനസ്സിലല്ലോ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ ഓൾറെഡി നമ്മൾ നോക്കി. ഇൻഡിക്കേറ്റർ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിയതാണ്. അതേപോലെ നമുക്ക് പാത്തോജൻസ് ഇമ്പോർട്ടൻസ് നമുക്കറിയാം. അതേപോലെ മൈക്രോ ഓർഗാനിസംസ് നമുക്ക് എഫക്റ്റഡ് ആണ്. നമ്മളെ മൈക്രോ ഓർഗാനിസത്തിന്റെ കണ്ടന്റ് കൂടുവാണെങ്കിൽ നമ്മൾ മരിക്കാനുള്ള ചാൻസസും ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കോളിഫോം ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണല്ലോ?
സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബാക്കി കമ്പാരിറ്റീവ്ലി ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ്. Bacteriological examination of drinking water for Escherichia coliform E. coli is performed because they are pathogenic, causing intestinal disease. Their presence indicates viral contamination of water. They are used as indicator organisms for potable presence of pathogens. They represent unique indicator organisms for sewage pollution. ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ആൻസർ അറിയാം. ഓക്കെ, എലിമിനേഷൻ ചെയ്യാൻ പറ്റും, അതേപോലെ ആൻസർ അറിയാം. എന്താണ് നമുക്ക് ഏതാണ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒബ്വിയസ്ലി നമുക്ക് ഏതാണ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണെങ്കിൽ എന്തായാലും ഇതല്ല അല്ലെ. റിപ്രസെന്റ് യൂണിക് ഇൻഡിക്കേറ്റർ ഓർഗാനിസംസ് ഫ്രോം സീവേജ് പൊല്യൂഷൻ, അതെന്തായാലും അല്ല. പിന്നെന്താണ്? their presence indicates viral contamination of water, ഇതുമല്ല നമുക്കറിയാം. അതേപോലെ they are pathogenic, causing intestinal disease, അതുമല്ല നമുക്കറിയാം. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? they are used as an indicator. ഓൾറെഡി n number of times പറഞ്ഞു. ഈ കോലി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് എൻ ഇൻഡിക്കേറ്റർ. ഓക്കെ, ഇൻഡിക്കേറ്റർ ഓർഗാനിസംസ് ഫോർ പോർട്ടബിൾ പ്രോസസ് ഓഫ് പാത്തജനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പാരാമീറ്റർ ആണ് ഈ കോലി. നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്? സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരേണ്ടത്. അത് നമ്മൾ ഓൾറെഡി നോക്കിയത്. പിന്നെ എന്താണ് നമ്മൾ നോക്കിയത്? ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ് നമുക്ക് നോക്കി പാത്തജനെ പറ്റി. അതേപോലെ നമുക്ക് എന്താണ് ടെസ്റ്റ് ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതേപോലെ നമുക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ. അതേപോലെ ടൈം കൺസ്യൂമിംഗ് ആണ്. അങ്ങനെ നമ്മുടെ n നമ്പർ ഓഫ് പാരാമീറ്റർ നമ്മൾ നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈക്വൽ എന്ന് പറയുമ്പോൾ ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ ഓൾറെഡി അത് നമ്മൾ നോക്കിയതാണ്. അപ്പോൾ എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് എന്താണ്? ടെസ്റ്റിംഗ്. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ ടൈം കൺസ്യൂമിംഗ് ആണ്, കോസ്റ്റ്ലി ആണ്. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ക്ലിയർ ആണല്ലോ. അപ്പം ഇവിടെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? ദേ ആർ യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റർ ഓർഗാനിസംസ് ഫോർ പോർട്ടബിൾ പ്രോസസ് ഓഫ് പാത്തജൻസ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് സെഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.